ഹൗ ആർ യു ഫ്രണ്ട്സ്? റൈന ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബിഗ് ബോക്സ് സീസൺ 7 1 വീക്ക് പിന്നിട്ടു. 1 വീക്കിൽ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ പല കാര്യങ്ങൾ അറിഞ്ഞു. അപ്പോൾ ആ വീട്ടിൽ സംഭവിക്കാത്ത ഒരു കാര്യം, ഒരു ട്വിസ്റ്റ്, അതിപ്പോൾ ലാലേട്ടൻ വന്ന എല്ലാത്തിനും ആ വീക്കിൽ വന്ന് നല്ല വീക്ക് കിട്ടി. പ്രധാനമായിട്ടും രേണു സുധിക്കാണ് നല്ല രീതിയിൽ കിട്ടിയത്. കാരണം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിൻ്റെയൊക്കെ മെയിൻ ടാർഗറ്റ് തന്നെയായിരുന്നു രേണു സുധി. അപ്പോൾ അങ്ങനെയുള്ള രേണു സുധിക്കിട്ട് ഇപ്പോൾ ഒരു വേട്ടയാടാൻ വേണ്ടി എന്തോ രീതിക്ക് വേണ്ടി പുതിയതായിട്ട് ഒരു സംഭവം അരങ്ങേറിയിരിക്കുകയാണ്. കാരണം രേണു സുധി ഇച്ചിരി അതിബുദ്ധിയാവത്ത് എന്ന് പറയുന്ന പോലെ പറഞ്ഞ ചൊല്ല് അർത്ഥമാകുന്ന രീതിയിലാണ് അവിടെ 1 വീക്കിൽ സംഭവിച്ചത്. അത് രേണു സുധി ഒരു അതിബുദ്ധി കാണിച്ചു. അത് ലാലേട്ടൻ കയ്യോടെ പിടികൂടുകയും ചെയ്തു. കാരണം ഇത് ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് ഞാൻ എലിമിനേഷൻ വരുമെന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടു. അത് ഭയങ്കരമായിട്ട് എല്ലാവരും ആ വീഡിയോ കണ്ടപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ഇതെങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചത്, ഇതൊക്കെ രീതിയിലാണ് നമ്മൾ പലരും ചിന്തിച്ചു. ഒരു വലിയ കള്ളത്തരം കാണിക്കുന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ അത് ലാലേട്ടൻ ഈ വീക്കിൽ വന്ന് പൊളിച്ചടുക്കുകയും ചെയ്യും. പൊളിച്ചടുക്കി കൈ കൊടുക്കുകയും ചെയ്യും. ആ ദൃശ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യൂ ബിഗ് ബോസ്. നമസ്കാരം, ഞാൻ രേണു സുധിയാണ്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ എല്ലാവരും, സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അത് തന്നെയാണ്, ഇതാണ് ആധിപത്യം. മുൻകൂട്ടി അങ്ങ് കണ്ടറിയും. എന്തോ ജ്യോത്സ്യം വല്ലതാണോ, അല്ല പ്രവചനമില്ലാണോ എന്നറിയും. ജ്യോത്സ്യത്തിൽ വിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു. പുള്ളി ജ്യോത്സ്യമന്ത്രം ചെയ്യുന്നുണ്ട്. മുൻകൂട്ടി കണ്ട് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ ഇട്ട് തൻ്റെ കാര്യം സെറ്റാക്കിയതാണ്. അപ്പോൾ ഏറ്റവും ആ സുധിച്ചേട്ടന് വേണ്ടി ആ ഒരു സെൻറ്റിമെൻറ്റ് നോക്കി, സുധിച്ചേട്ടന് വേണ്ടി സുധിച്ചേട്ടാ ഞാൻ എത്തി. അപ്പോൾ ഇനി വൈകാതെ ഇപ്പം നല്ലൊരു വോട്ട് കിട്ടുന്നുണ്ട്. ഇനി ഞങ്ങൾ ബിഗ് ബോസ് ഷോയിലൊക്കെ വന്നതിനൊക്കെ വിന്നറൊക്കെ ആവാം രേണു സുധിക്ക്. പക്ഷേ ഓവറായിട്ട് ഈ സുധിച്ചേട്ടൻ എന്തുമായിരിക്കും കൂട്ടുപിടിക്കുന്നത്, അതത്ര നല്ല പരിപാടിയായിട്ടല്ല. ഇച്ചിരി കാണിച്ചത് അതിബുദ്ധിയായിപ്പോയി. അത് പണ്ട് പഴയ സീസണിൽ പലരും പല സീസണും കണ്ടിട്ടൊക്കെയാണ് വന്നത്. അതിൽ മെയിനായിട്ടുള്ള ആളാണ് അനീഷ്. അനീഷിൻ്റെ നടത്ത ആൾക്കാർ ഒരു ശ്രദ്ധ കിട്ടിയ ഒറ്റപ്പെടുന്ന പോലെ അനീഷ് കാണിക്കുകയാണ്. ജിൻഡോ ചെയ്തതും ഇതേ രീതി തന്നെയാണ്. ആ രീതി തന്നെയാണ് അനീഷും ചെയ്യുന്നത്. ഇത് വേറെ വിഷയം. ഇനി ഇവർ തമ്മിൽ ലാലേട്ടൻ അങ്ങ് പൊളിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ പലപ്പോഴും വിചാരിച്ചിരുന്നു പി ആർ വർക്ക് ഈ പി ആർ വർക്ക് നമ്മൾ ജിൻഡോയ്ക്കെതിരെ പിന്നെ സിജോ രംഗത്തെത്തിയിട്ടുണ്ട്. അതിന് മുമ്പ് സിജോ വിന്നറായത് പി ആർ കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ബിഗ് ബോസിൽ ഈ പി ആർ കൊടുക്കുന്ന ജിൻഡോ ഒക്കെ വന്നു കയറിയപ്പോൾ നമ്മൾ കഴിയും ഞാൻ വോട്ട് ചെയ്തായിരുന്നു, അത് വിന്നറാവുകയും ചെയ്തിരുന്നു. അത് വേറെ വിഷയം. അവർ തമ്മിലുള്ള പലപ്പോഴും പറഞ്ഞ പി ആർ എന്നുള്ളതാണ്. അതിനെക്കുറിച്ചും ലാലേട്ടൻ പറയുന്നുണ്ട്. അതൊന്ന് കണ്ടുപോകാം. ഈ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടാവും. അവരോട് പറയുന്നത് ദയവ് ഇതിങ്ങനെ ചെയ്യരുത്. ഒരു മൈൻഡ് ഗെയിമാണ്. ഇത് വളരെ പ്രയാസമാണ്. ഇത് വിനോദത്തിനുപരിയായി ഒരുപാട് പേരുടെ ജീവിത മാർഗമാണ്. ഇതൊരു ആകാംക്ഷ നിറഞ്ഞ ഷോ ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇത് കാണാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഈ ഷോയുടെ ഒരു ക്യൂരിയോസിറ്റി, മനസ്സിലായില്ലേ, അത് ഇല്ലാതാക്കിക്കൊണ്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വ്ളോഗുകളും ചെയ്യാതിരിക്കുക. ഞങ്ങൾ ഇത് ഒരു ഷോ നടത്തുന്ന ഇതിൻ്റെ അകത്ത് തന്നെ ഒരു 300-400 ആരും അതിൻ്റെ ഇതല്ല. ഒരു നല്ലൊരു ബിഗ് ബോസ്, അത് ജിൻഡോ വിന്നറായ ബിഗ് ബോസ് കഴിഞ്ഞ സീസൺ ഫൈനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വോട്ടും പാഴായിപ്പോയില്ല, കറക്റ്റായിട്ട് അവർ കിട്ടുന്നുണ്ടെന്ന്. ഇവിടെ 1 ക്രൂ തന്നെയാണ്. ഏകദേശം ആൾക്കാരവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരാരും പൊട്ടന്മാരും എല്ലാവരും പറഞ്ഞു പി ആർ കൊടുക്കുന്നു. പി ആർ കൊണ്ടൊന്നും കാര്യമില്ല. ആ ജിൻഡോയുടെ വിജയത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ജിൻഡോ പി ആർ കൊടുത്ത് ജിൻഡോനെ ബിഗ് ബോസിന് ശേഷമാണ് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്, ഫേമസ് ആയത്. അതിന് മുമ്പ് അയാൾ ആർക്കും അറിയില്ല. അദ്ദേഹം കളിച്ച് അതിൻ്റെ ബുദ്ധിപരമായ രീതിയിലേക്ക് നീങ്ങിയതുകൊണ്ട് അയാൾക്ക് വോട്ട് കൂടുതൽ കിട്ടി, അയാൾ വിന്നറായി. അതുപോലെ തന്നെയാണ് ഈ പലരും ആരോപിക്കുന്ന പോലെയൊന്നും സംഭവമില്ല.
അപ്പോൾ അത്രയും മാത്രം ശ്രദ്ധയോടെ രീതിക്ക് കൊണ്ടുപോകുന്ന ഇഷ്ടം. ആരെയും വിഡ്ഢിയാക്കുന്നതല്ല. പലരും ഒരു രംഗത്തെത്തുന്നത് പൊളിച്ചെടുക്കുന്നത് തന്നെയാണ്. അത് നമ്മൾ ആരായിരിക്കും ഇങ്ങനെ ചെയ്യാതില്ല. അതുകൊണ്ട് ഈ പബ്ലിക് PR ഒക്കെ കൊടുക്കുന്നത് വളരെ വളരെ ഒരു തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അത് രേണുസുതി കാണിച്ചത് വളരെ മണ്ടത്തരമായ കാര്യമാണ്. അത് തന്നെ പൊളിച്ചെടുക്കുന്നതാണ്. സിജോയുടെയൊക്കെ ഉള്ളൊരു വാദങ്ങളൊക്കെ ഉണ്ട്. പലരും വാദങ്ങളൊക്കെ പൊളിച്ചെടുക്കുന്ന രീതിയാണ് ലാലേട്ടൻ പറയുന്നത്. ഇത് കഴിഞ്ഞ് രേണുസുതിക്ക് ഒരു മാപ്പ് കുറച്ചിട്ടുണ്ട്. നമുക്കതും കണ്ടു. പ്രേക്ഷകരോടും ബിഗ് ബോസിനോടും അറിഞ്ഞുകൊണ്ടാണല്ലോ അറിയാതെയാണ് തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കുക. എൻ്റെ ഈ ചാനൽ നോക്കുന്ന കസിനോട് പറഞ്ഞതാണ്, ഇത് ശരിയാകുമോ, എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല, ഇത് ശരിയാകുമോ എന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞതാണ്, എല്ലാവരും മിക്ക കണ്ടസ്റ്റൻസ് ചെയ്യുന്ന ചേച്ചി ഇത് ചെയ്യണം നിർബന്ധം, അങ്ങനെ എൻ്റെ ഫ്ലൈറ്റ് വരെ മിസ്സാവേണ്ടതായിരുന്നു, ഞാനത് ചെയ്തിട്ടാണ് ഓടി വന്നത്. എൻ്റെ പൊന്നു കസിനെ നീ ഒന്ന് ശ്രദ്ധിക്കുക, ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഇടരുത്. എനിക്കിങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, നീ ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പ്ലീസ് കാണണം. ഞാൻ മനഃപൂർവ്വമല്ല, അറിയാണ്ടാണ് തെറ്റ് ചെയ്തത്. ഞാൻ എന്ത് ശിക്ഷ വേണമെങ്കിലും സ്വീകരിക്കാമെന്ന് പറഞ്ഞതാണ്. എന്നോട് ക്ഷമിക്കുക, ബിഗ് ബോസ് എന്നോട് ക്ഷമിക്കുക. കസിൻ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ഇടരുത്. കസിനോടും കൂടിയാണ് പറഞ്ഞത്. പല കണ്ട ഷോകളൊക്കെ കണ്ടിട്ട് ഇനി ഇവിടെ നിന്ന് കാണിക്കാണ്ടിരിക്കുക. എല്ലാവരും ചെയ്യണ പോലെയൊക്കെ ചെയ്യാൻ നോക്കരുത്. പലരും ചെയ്യും. അത് കണ്ടിട്ട് ആന വാ വിളിക്കുന്നത് വാ വിളിക്കാൻ പോയ ഇതായിരിക്കും. കസിനോടും കൂടിയാണ് പറയുന്നത്. ഇതെങ്കിലൊക്കെ ഈ പരിപാടി കാണിക്കാതിരിക്കുക. കഴിവുണ്ടെങ്കിൽ ആരായാലും ജയിച്ചിരിക്കും. അപ്പോൾ തന്നെ നന്നായിട്ട് കളിക്കാൻ നോക്കുക. സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യും. മുൻപന്തിയിലാണ് നോക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും രേണുസുതി നല്ലൊരു പ്ലെയർ തന്നെയാണ്. തീർച്ചയായിട്ടും അവർ മുന്നോട്ട് പോട്ടെ. ആര് ജയിക്കുന്ന പോലെ നമ്മളും ഇതിലുള്ള ഒരു 93 ദിവസങ്ങൾ അത് ഗംഭീരമായിട്ടാണ് ഷോ നടക്കട്ടെ. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെ സംഭവിക്കുമെന്ന്. അതുവരെ ചെറിയ വീഡിയോ ആയിട്ട് വരുന്നവരെ വ്ളോഗ്സ് കഴിഞ്ഞാൽ